ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ സമർ ഇന്ത്യൻ ഹോസ്പിറ്റലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു ബഡ്ജറ്റ് വിലയിൽ ലഭിക്കാവുന്ന ഒരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ്. വീട് കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും സമർ ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. ഒരു വില്ല പ്രൊജക്റ്റാണ് നമുക്ക് കാണാൻ കഴിയുക. എല്ലാ വീടുകളും ഇവിടെ സെയിലായി കഴിഞ്ഞു. ഈ ഒരു വീട് മാത്രമേ ഇവിടെ ലഭ്യമായിട്ടുള്ളൂ. ഏകദേശം 5 മീറ്ററോളം വീതി വരുന്ന റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. നല്ല ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഇഷ്ടികയുടെ ഡിസൈൻ വരുന്ന ടെക്സ്ചർ വർക്ക് തന്നെയാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമേറിയൊരു ഗേറ്റാണ് വീടിന് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്നത് വിശാലമായൊരു കാർ പോർച്ച് ഏരിയയിലേക്കാണ്. 2 വണ്ടിയോളം പാർക്ക് ചെയ്യാം. കടപ്പ കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ ഒരു മതിലിനോട് പുറത്തായാണ് ഈ വീടിൻ്റെ കിണർ വരുന്നത്. ഈ വീടിനും തൊട്ട് മുകളിലുള്ള കിണർ വീടിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു കിണർ തന്നെയാണ്. അതിന് അവകാശവും ആധാരത്തിൽ വരുന്നതാണ്. പടിഞ്ഞാറാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അത്യാവശ്യം നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. 4 ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കയറി വരുന്നത് ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു ഡബിൾ ഹൈറ്റോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു ലിവിംഗ് ഹോൾ നമുക്ക് കാണാം. ഒരു ഭിത്തിയിലായി ഫുള്ളായി വരുന്ന രീതിയിലുള്ള വാൾപേപ്പർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി 5 അടി നീളത്തിൽ വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റും ഈ ഒരു ഭാഗത്തായി ഒരു പാർട്ടീഷനെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം വിശാലമായൊരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭ്യമാണ്. എറണാകുളം ജില്ലയുടെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് 2020 പഞ്ചായത്ത്. ആ ഒരു പഞ്ചായത്തിൽ എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്നതും സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളെല്ലാം ചുറ്റപ്പെട്ടെടുക്കുന്ന ഒരു ഏരിയയിലുമാണ് ഈ വീട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കോർട്ട്യാർഡിൻ്റെ സ്പേസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലായി ഗ്ലാസ് എല്ലാം ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ല ക്രോക്കറി ഷെൽഫും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് അവർ ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കും ഗ്രാനൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ്. കബോർഡിൻ്റെ മുകളിലായി വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വിൻഡോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ സെക്കൻഡ് കിച്ചണായി ഉപയോഗിക്കാവുന്ന വർക്ക് ഏരിയ സ്പേസിലേക്ക് പോകാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ലഭ്യമാണ്. നീളത്തിലുള്ള വിൻഡോകൾ ഇവിടെ കാണാൻ നമുക്ക് കഴിയും. ഫുൾ കവേർഡോടുകൂടി വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസാണ്. അവിടെയും സിങ്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് വർക്ക് ഏരിയ സ്പേസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമുകളാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായി ലഭ്യമാവുക. നേരെ കാണുന്ന ഭിത്തിയിൽ വലിപ്പമുള്ള ഓപ്പൺ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ള പീസ് നമുക്ക് തുറക്കാവുന്ന രീതിയിലാണ്. മനോഹരമായി തന്നെയാണ് അവർ സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണലായിട്ട് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം. ജനലുകളെല്ലാം നല്ല പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരാം. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം.
ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു കാണുന്ന സ്പേസിൽ മിറർ വരാനുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. 4 ബാത്റൂമും അത്യാവശ്യം വിശാലമായ ബാത്റൂമുകൾ തന്നെയാണ് കാണാൻ കഴിയുക. നല്ല മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് എല്ലാ ബാത്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഹാളിലായി വരുന്ന ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസാണ്. വുഡും ഗ്ലാസുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. കയറി വരുമ്പോൾ ഒരു വിശാലമായൊരു ഹോള് നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി ഒരു അഡീഷണൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണം. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്നും ലിവിംഗ് ഹാളിലേക്ക് കാണാവുന്ന രീതിയിലാണ് നിർമ്മാണം. ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാൻ കഴിയുക. ബെഡ്റൂമുകളെല്ലാം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം ഇവിടെയും ലഭ്യമാണ്. നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത എല്ലാ രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3ാമത്തെ ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ഇതിനും താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ അളവിൽ തന്നെ ലഭിക്കുന്ന ബാത്റൂമുകൾ കാണാൻ കഴിയും. 4 ബെഡ്റൂമിനും വിശാലമായ ബാത്റൂമുകൾ ലഭ്യമാണ്. നല്ല മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് രീതിയിലുള്ള കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളും ഇന്റീരിയർ ഡിസൈൻ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇനി ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. കാക്കനാട് അടുത്ത് കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ സമ്മർ ഇന്ത്യൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന 4.600 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 89 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.